എന്തൊരു നാണക്കേടാണ്. കേരളത്തിലെ പോലീസ് ഇത്രമാത്രം തലകുനിച്ച് നിൽക്കേണ്ട ഒരു സ്ഥിതി വന്നിട്ടുണ്ടോ? ഇപ്പോൾ മുഖ്യമന്ത്രി ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ മതിയാവൂ. മുഖ്യമന്ത്രിയുടെ ഈ ഭരണത്തിൻ്റെ കീഴിലാണ് കേരളത്തിലെ പോലീസ് CPMൻ്റെ ഏറാമൂളികളായി മാറിയതെന്ന സംശയമില്ല. ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പരാതി പറഞ്ഞു. ഹൈദരാബാദ് പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ വന്നപ്പോൾ CPM നേതാക്കളുടെ വീട്ടിൽ ഒളിപ്പിച്ചെന്ന് പറഞ്ഞ പ്രതിയെ. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, സാംസ്കാരിക മന്ത്രിക്ക് പരാതി കൊടുത്തു. എവിടെ പോയി പരാതി? എവിടെ പോയി? ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടി മറ്റൊരു സംസ്ഥാനത്ത് വെച്ചൊരു മലയാളി പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു. അതിന് ഹൈദരാബാദ് പോലീസ് കേസെടുത്തിട്ട് ആ പ്രതികളെ കേരളത്തിൽ സംരക്ഷിക്കുന്നത് CPM ആണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും സാംസ്കാരിക മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും ഒരു പെൺകുട്ടിയുടെ പരാതി ശ്രദ്ധിക്കാൻ പോലും നേരെയില്ല. അപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ മതിയാവും. ഇത് യഥാർത്ഥത്തിൽ മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കണം. ഗുരുതരമായ അഴിമതി ആരോപണമാണ്, ഗുരുതരമായ അഴിമതി ആരോപണം. അതുപോലെ ഈ SP 25 കൊല്ലം CPMന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്ത 25 കൊല്ലം അവർ DGP ആവുന്നവർ. ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഈ പോലീസ് സേനയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? 25 കൊല്ലം ഡെഡിക്കേറ്റ് ചെയ്തേക്കണം, അടുത്ത 25 കൊല്ലം CPMന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് ഇവർക്ക് താല്പര്യം. അങ്ങനെയുള്ളവരെ ഓരോ പ്രധാനപ്പെട്ട സ്ഥാനത്തും വെച്ചിട്ടാണ് ഇവർ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇനിയും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ ഇവർക്ക് ഏറാൻ മൂളികളായി നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പുറത്തേക്ക് വരും. അതാണ് കേരളത്തിൽ നടക്കുന്നത്. നീതി ന്യായമില്ല. മറ്റൊന്ന് സിദ്ദിഖിന്റെ വിഷയത്തിൽ, സിനിമ വിഷയത്തിൽ സിദ്ദിഖിനെതിരെയുള്ള നടപടികൾ വളരെ വേഗത്തിൽ, പക്ഷേ രഞ്ജിത്തിനെതിരെയുള്ള നടപടികൾ വളരെ സാവധാനത്തിലാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, സർക്കാരിന് താല്പര്യമുള്ള കുറേ ആളുകളെ അവർക്ക് സംരക്ഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണെന്ന് നന്നായിട്ട് അറിയാം സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നവർ. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു അന്വേഷണം നടത്തില്ല. ആരെ രക്ഷിക്കാനാ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇരകളുടെ മൊഴികളാണ്. അതായത് ഒരു കുറ്റകൃത്യങ്ങളുടെ പരമ്പര നടന്നിട്ടുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ്. അതിൻ്റെ പുറത്ത് നിയമപരമായി അപ്പം തന്നെ അന്വേഷണം നടത്തേണ്ടതാണ്, FIR എടുക്കേണ്ടതാണ്. പക്ഷെ അത് 4.5 കൊല്ലമായി പൂത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോഴും അന്വേഷണ സംഘത്തെ വെച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നു അത് അന്വേഷിക്കില്ല. അതെന്താ അന്വേഷിക്കാത്തത്? അതന്വേഷിക്കാത്തത് എന്താ? അത് അന്വേഷിച്ചാൽ വേണ്ടപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കുക, അതാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാണം കെട്ട പോലീസല്ലേ ഇതൊക്കെ അന്വേഷിക്കുന്നത്? എന്ത് നീതി കിട്ടുമെന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്? എന്തും ചെയ്യാൻ മടിക്കാത്ത, ഒരു ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്ന, പാർട്ടിക്ക് വിധേയപ്പെട്ട, പാർട്ടിയുടെ അടിമക്കൂട്ടങ്ങളാക്കി മാറ്റിയ പോലീസിനെ ഇത്ര നാണം കെടുത്തിയത് ഈ പിണറായി വിജയൻ പോലെ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ല. ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കുകയാണ്, ഇത്രയും വഷളാക്കിയിട്ടില്ല പോലീസിനെ. അല്ല, EP ജയരാജന് ബന്ധമുണ്ട്. ആ ബന്ധത്തെ അവരന്ന് ന്യായീകരിച്ചു. EP ജയരാജനും മാത്രമല്ല, മുഖ്യമന്ത്രിക്കും ബന്ധമുണ്ട്. ഇപ്പം എന്താണ് അന്ന് ഇതൊക്കെ ന്യായീകരിച്ച ആളുകൾ ഇപ്പം എന്തിനാണ് EP ജയരാജനെ എതിരായി നടപടിയെടുക്കുന്നത്? അവരുടെ ആഭ്യന്തര കാര്യം, അവരാർക്കെതിരെ വേണമെങ്കിലും നടപടിയെടുത്തോട്ടെ. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച ഒരാക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നു. കേരളത്തിലെ CPMന് BJPയുമായി അവിഹിതമായ ബന്ധമുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂർ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇപ്പോൾ ED പിടിമുറിക്കല്ലോ എന്ന് ചോദിച്ചു. EDയുടെ പിടി എവിടെ പോയി? ഇപ്പോൾ ഇലക്ഷൻ കാലത്ത് മാത്രമുണ്ടായ പിടിയാണെന്ന് ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത്, തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകരോട്. ഇലക്ഷൻ കാലത്ത് മാത്രം ഈ തൃശ്ശൂർ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ കഴുത്തിനാണ് BJP EDയും കൂടി ചേർന്ന് പിടിച്ചത്. അവരുടെ കാര്യം നടന്നു, അവർ ജയിച്ചു, അപ്പോൾ പിടി വിട്ടു. ഇപ്പോൾ എവിടെ പോയി കരുവന്നൂർ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല പിടി എന്താ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ. കരുവന്നൂരിനെ പറ്റി വല്ല പിടിയുണ്ട് ഇപ്പോൾ? ആർക്കെങ്കിലും ഒരു പിടിയില്ല. കുറച്ച് മലയാളികൾ കുടുങ്ങിക്കിടപ്പുണ്ട്. ഗുരുതരമായ വിഷയമാണ്. വിദേശകാര്യ മന്ത്രാലയത്തിനടക്കം പരാതി നൽകിയെങ്കിലും കാര്യമായൊരു നീക്കം. ഞാനടക്കമുള്ള ആളുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബളിപ്പിച്ച് കൊണ്ടുപോയിട്ട് റഷ്യൻ സേനയിൽ സേനാംഗങ്ങളായി പ്രവർത്തിച്ച ആളാണ്. ഒരാൾ മരിച്ചതിൻ്റെ ഡെഡ് ബോഡി പോലും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അടിയന്തരമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഇടപെട്ട് സംസ്ഥാന ഗവൺമെൻറ് കൂടി നേരിട്ട് പ്രധാനമന്ത്രിയെ, മുഖ്യമന്ത്രി കണ്ട് ഈ 91 പേരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം. അതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും തീർച്ചയായിട്ടും ഞാനും ബന്ധപ്പെടും. അല്ല, ഇത് ഗുരുതരമായ മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണത്.
പോലീസിന് പറ്റില്ലല്ലോ ഇവരുടെ കീഴിലുള്ള ആരെ കൊണ്ട് തീർച്ചയായിട്ടും CBI പോലുള്ള ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അത്ര ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്, ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. ശരിയാവും. മുകേഷിന്റെ പരാതിയിൽ ഈ അല്ലക്കൊരു പരാതി നൽകിയിട്ടുണ്ട്, കോടതി മാറ്റണം മുൻകൂർ. എനിക്കറിയില്ല, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല കേട്ടോ.